ഡെസ്ക് ബെഡി മിഫിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്ലേ എന്ന് പറയുന്നത് ഡസൻ എന്ന കമ്പനിയുടെ ഒരു വൈറ്റ് കളർ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഫിനിഷിങ് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ ക്ലേനേക്കാളും ഫിനിഷിങ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ ബോഡി പാർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുകൾ ഭാഗം മണ്ണം കുറച്ചിട്ട് താഴെ ഭാഗം മണ്ണം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ശേഷം ഹെഡിന് വേണ്ടിയിട്ട് ഒരു ബോൾ പോലെ പരത്തിയെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലൂട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു നീളത്തിലൊരു റോള് പോലെ പരത്തിയെടുത്തിട്ട് അതിന് 2 പീസ് കട്ട് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു റോള് പരത്തിയെടുത്തിട്ട് 2 പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിഷീൻ്റെ കൈയിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ കൈ കുറച്ച് ലെങ്തി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇയേഴ്സാണ്. ഇയേഴ്സിന് ഇതുപോലെ ഒരേ സൈസിലുള്ള 2 പാർട്ട് കട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ എഡ്ജസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, അതായത് അതിൻ്റെ ആ ഒരു പാർട്ട് ആ ഫ്ലാറ്റായിട്ട് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത്. എന്നിട്ട് അതും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബോഡി സ്ട്രക്ചർ കൂടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ശേഷം ഞാൻ അതിനെ കണ്ണും വായും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു ഷേപ്പ്, അതായത് അതിൻ്റെ കറക്റ്റ് ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 24 hours ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അതൊന്ന് കളർ ചെയ്യാൻ പോകും. വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഒരു 2 കോട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു വൈറ്റ് ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ണിൻ്റെ പാർട്ടും അതിൻ്റെ പാർട്ടും കൂടെ ഞാൻ അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ അതിൽ ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ണും അതേപോലെ വായും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ഞാൻ ഇത് ഗ്ലോസി ആക്കുന്നില്ല, മാറ്റ് ഫിനിഷിൽ തന്നെ ചെയ്യുന്നത്. കാരണം ഗ്ലോസീൻ്റെ ആവശ്യമില്ല ഇതിന്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർണിഷ് യൂസ് ചെയ്തിട്ട് ഗ്ലോസി വേണമെങ്കിൽ ഗ്ലോസി ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കുറച്ച് ഓപ്ഷനിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ കണ്ണും വായും വരച്ചു കൊടുത്ത് നമ്മുടെ മെഷീൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കൂടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് മെഷീൻ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ക്ലേ ഡോൾസിനെ ഡെസ്ക് ബഡീസിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സംഭവം ഭയങ്കര എളുപ്പമാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു എക്സ്ട്രീം ഡ്രസ് മേക്കോറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.